നമ്മുടെ ഇവിടെ അതിഥികളായിട്ട് എത്തുന്നത് നല്ല പാചക നൈപുണ്യമുള്ള ആൾക്കാരാണ്. അവരെ നയിക്കുന്ന ഒരാളും കൂടെ വരുന്നുണ്ട്. ശരിക്കും ഇന്നിപ്പോ ഹോട്ട്സ്റ്റാറിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുന്നത് ഒരു കുക്കിംഗ് ഷോ ആണ്. കോമഡി കുക്സ്. ആ ചേച്ചി പറഞ്ഞല്ലോ കോമഡി കുക്സ്. അതിനെ നയിക്കുന്ന 2 ഷെഫുമാരും അത് ആ ഷോ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ 3 പേരെയും സ്വാഗതം ചെയ്യാം. കോമഡി കുക്സ്. അഗൈൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഷോസിലൊന്ന്. നിങ്ങൾ അതിനകത്ത് ഡിസൈൻ ചെയ്യണ ചില ഗെയിമുകൾ വെച്ച് ഞാൻ പറയാം ഭയങ്കര ക്രൂരതയാണ് നിങ്ങൾ. പിള്ളച്ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ജഡ്ജസ് ആണല്ലോ. അവിടെ ഒരാള് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ പണി കൊടുക്കുന്ന ആൾ. അതെ, എങ്ങനെയാണ് ഷോ? ആദ്യം ഷെഫ് നളൻ പറയൂ, എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. സ്റ്റാർ സിംഗർ ഒരു പൊളി പ്രോഗ്രാമാണ്, അടിപൊളിയാണ് കേട്ടോ. പാടി തകർക്കുകയാണ്. പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും. ചിത്ര ചേച്ചിയെ ഞാൻ ഗൾഫിൽ വെച്ച് SPBയുടെ പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അതേപോലെ വിത്തുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ബട്ട് ഐ യൂസ് ടു ലിസൺ ടു യുവർ സോങ്സ്. ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ്. പിന്നെ സിതാരജി വലത്താട്ട് മരയിക്കെന്ന് പറഞ്ഞു. ഷെഫിനോട് കുറെ ഡൗട്ട്സ് നമുക്ക് ചോദിക്കാറുണ്ടല്ലേ. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്, ഇന്റർവ്യൂസ് കാണുമ്പോഴേ നമുക്ക് വിശക്കും അദ്ദേഹം സംസാരിക്കുന്നത്. ചേച്ചി തേങ്ങാപ്പാലിന്റെ ആണോ? ഒന്നും പറയണ്ട, എന്താണേലും പറയാം. കുറച്ച് തേങ്ങാപ്പാലിട്ടാ മതി. അത് കഴിയുമ്പോ കുറച്ച് സിൽവറിഷ് ബ്ലൂയിഷ് കളറിൽ നമുക്ക് നമ്മുടെ ഡിഷ് സെറ്റ് ആവും. ഇവിടെ വന്നത് എനിക്ക് പണി തരാനാണോ? വീണ്ടും ഇവിടേക്ക് വന്നതിൽ വലിയ സന്തോഷം. എനിക്കും ഒരുപാട്. ഞാൻ ഈ സീസൺ 1 മുതൽ ഇത് കാണുന്ന ഒരാളാണ്. അതിനെക്കാട്ടിലുപരി എൻ്റെ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഷെഫ് ആയതിനു ശേഷം ആദ്യമായിട്ട് സെർവ് ചെയ്തൊരു സെലിബ്രിറ്റിയാണ്. 1995 കോഴിക്കോട് ഈ മാനാഞ്ചിറയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ അന്ന് ഡിന്നറിന് ഫുള്ള് ഫാമിലി ആയിട്ട് വന്നു. ചേച്ചിക്ക് അത് ഓർമ്മയുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഇത് പറയും. ഫുള്ള് ഫാമിലി ആയിട്ട് വന്ന് അന്ന് ഞാൻ വെയിറ്ററുമാണ് ഷെഫുമാണ്. അപ്പോൾ ഇവര് ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് സർവീസ് എടുത്തു, കാണണമല്ലോ, അങ്ങനെ കണ്ടു. അങ്ങനെ ഫുഡ് പത്ത് സർവീസ് ചെയ്തു. ഒരു 400 രൂപ ടിപ്പും തന്ന ഒരാളാണ്. ആ ടൈമില് 400 റുപ്പീസ്. അപ്പൊ അത് വലിയൊരു 8 പേരുടെ ഒരു ടേബിൾ ആണ്. ഇത് ഇപ്പൊ കൊടുക്കില്ല 400 ട്വിങ്കിളെ എല്ലാവർക്കും നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. ട്വിങ്കിളിന്റെ പണി നന്നായിട്ട് എന്നെയാണ് സൈക്കോ എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ സൈക്കോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ട്വിങ്കിളിന്റെ കണ്ണുകളിൽ. എനിക്കറിയാം ഇതിന്റെ പുറകിൽ ഒരു ടീം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി. ഇവര് കഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരുപാട് ചിരിക്കുന്നുണ്ടോ? ആക്ച്വലി അതില് പൂക്കിയായിട്ട് ഡെയിനും മീനാക്ഷിയും ഒക്കെ നിൽക്കുന്ന പോലെ നിൽക്കാനാണ് എന്നെ ആദ്യം ഇന്റർവ്യൂവിന് വിളിച്ചത്. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഒരു ആളുടെ ക്യാരക്ടറൊക്കെ തന്ന മാനറിസംസ് ആണോ ബോഡി ലാംഗ്വേജ് ആണോ, എങ്ങനെയാണ് അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാനിരുന്ന് തള്ളി ഇന്റർവ്യൂല് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, സൗണ്ട് മാറ്റും അത് മാറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ആങ്കറിന്റെ ഒരു ഓപ്ഷനിലേക്കും കൂടെ ട്വിങ്കിളിനെ നോക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈശ്വര പണി എളുപ്പമായി. അവിടെ ചെന്ന് പൂക്കീസ് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാനൊക്കെ എത്ര സേഫ് സോണിലാണ് അവിടെ നിൽക്കുന്നതെന്ന്. ലൈക്ക് അവർക്കാണ് ഹ്യൂജ് കയ്യടി. ഈവൻ കുക്സ് ഇതിന്റെ ഇടയിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ പൂക്കീസ് ഓരോ ദിവസം ഓരോ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ട് അതിനെ വിശ്വസിപ്പിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് കോമഡി പറയാ ഇസ് നോട്ട് എളുപ്പം.